എനിക്ക് പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു വിലയുള്ള ആളല്ല. സ്വന്തമായിട്ട് ഞാൻ അമ്മയോട് ചോദിക്കാറുണ്ട്, അമ്മ എന്തിനാ കല്യാണം കഴിച്ചത്, എന്തിനാ ഞാൻ ഉണ്ടായത്. അതായത് എനിക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാനും ഒന്നും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇനി കുട്ടികളെ ഉണ്ടാക്കാനോ ഒന്നിനും താല്പര്യം ഇല്ലെന്ന് പറയുന്നത്. ഇങ്ങനെ സെക്സിനെ പറ്റി പറയുന്ന പെണ്ണിനെ ഒന്ന് സെക്സ് ചെയ്യാൻ കിട്ടുവാണെങ്കിൽ എന്താ പറയാ, അവർക്ക് അവരുടെ ഫാന്റസികളൊക്കെ നിറവേറ്റാലോ. അവർ എത്ര പൈസ വേണേലും തരാൻ തയ്യാറാണ്. പിന്നെ ഞാൻ ഈ സെക്സ് മാസ്റ്റർബേഷനെ പറ്റി പറഞ്ഞുകൊണ്ട് എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കും, കോടീശ്വരന്മാരും എല്ലാവരും മെസ്സേജ് അയക്കും. ആരൊക്കെ എന്ത് വിചാരിച്ചാലും എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറയാതിരിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഇപ്പം എല്ലാവർക്കും എൻ്റെ പ്രശ്നം ടോണാണ്. ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഒരു സെറ്റ് സാരിയൊക്കെ എടുത്ത് വന്ന് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് കിട്ടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് താല്പര്യമില്ല എന്ന് കരുതി കോൺഗ്രസ് വന്നിട്ടുണ്ടെങ്കിൽ വലിയ മെച്ചം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. UDF ഒക്കെ എന്തിനാ അല്ലേ, നാളെ UDF ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, UDF തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയപ്പോൾ ഇവര് വിചാരം ഇനിയിപ്പോൾ അങ്ങ് കിട്ടിക്കോളും. ഇനി ഒരു 15ാമത്തെ കൊല്ലം കൂടെ നീണ്ടുപോയാൽ ചിലപ്പോൾ ഫാസിസം ഇവിടെ ഭയങ്കരമായിട്ട് വളരും. അതാണ് ഒരു പ്രശ്നം. ദളിതരും സാമുദായിക ശക്തിയായി വളർന്ന് അംബേദ്കറിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് അംബേദ്കറൈറ്റ് പൊളിറ്റിക്സ് ഇന്ത്യയിൽ മൊത്തം ഉണ്ടായി വരണം. കൃത്യമായിട്ട് ഇതിന്റെ പുറകെ സംഘപരിവാർ അജണ്ടയുണ്ട്. തീർച്ചയായിട്ടും ഭജനകള് അതൊന്നും ചുമ്മാ ഇങ്ങനെ നിസ്സാരവൽക്കരിച്ച് കളയരുത്. ഇതിന്റെ പുറകെല്ലാം കൃത്യമായി സംഘപരിവാർ അജണ്ടയുണ്ട്. ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന യൂട്യൂബിന്റെ കണ്ടന്റിൽ ഒരു പേരാണ് ഈ പർട്ടിക്കുലർ സമയത്ത്. ഓരോ സമയത്ത് ഓരോ ആൾക്കാർ വൈറലല്ലേ. അപ്പൊ എന്നെ വെച്ച് കണ്ടന്റ് ചെയ്താൽ മാത്രമേ റീച്ച് കിട്ടത്തുള്ളൂ, എങ്കിലേ അവർക്ക് ഡോളർ കയറത്തുള്ളൂ, എങ്കിലേ അവർക്ക് വീട്ടിൽ കഞ്ഞിക്കുള്ള വക ഉണ്ടാവുള്ളൂ. അപ്പം ആ വീട്ടിലെ എന്നെ വെച്ച് വീട്ടിലെ കഞ്ഞിക്കുള്ള വക മേടിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒരു വിധത്തിലുള്ള പ്രശ്നമില്ല. PR ഏജൻസിയുടെ മുതലാളി ഇയാളും കൂടി ഇരുന്നിട്ടാണ്, അത് സിനിമയുടെ PR ചെയ്യുന്ന ആളാണ്. ശാന്തിവിള ദിനേശിനെ വിളിച്ചിരുത്തി എനിക്കെതിരെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും എനിക്കൊരു പണി തരണം. എനിക്കിട്ടും പണി കിട്ടുമോ ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ? കാരണം എനിക്കറിയാന്നുള്ളതുകൊണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു രൂപമില്ലാത്ത ഒരു ഇരുട്ടിൽ നിൽക്കുന്ന ഒരാള്, എനിക്ക് അയാളുടെ രൂപമോ ഒന്നും അറിയത്തില്ല. എന്നെ സംബന്ധിച്ച് ആക്സിഡന്റ് ആണ് അങ്ങനെ ഒരാള്. എനിക്ക് അച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു മുഖമോ ഒന്നുമില്ല. ഇപ്പൊ പേര് പറഞ്ഞ് അങ്ങനെ പേര് മാത്രം അറിയാം, അല്ലാതെ ഒരു രൂപമോ ഒന്നുമില്ല. അമ്മയുടെ കഥ കേട്ടപ്പോൾ അല്ലെങ്കിൽ ജീവിതം കേട്ടപ്പോൾ ശ്രീലക്ഷ്മിയും കൂടെ എന്താണെങ്കിലും വേണമെന്നുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി കുറേ നേരമായിട്ട് ഞങ്ങളുടെ കൂടെ അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി നമ്മളോടൊപ്പം. നമസ്കാരം. നമ്മൾ പരിചയപ്പെട്ടിട്ട് തന്നെ കുറേ നാളായി ഒന്നിച്ചിരിക്കുന്ന ആദ്യമായിട്ടാണല്ലേ. എനിക്കവിടെ ചിരി വരുന്നുണ്ട്. കാരണം നമ്മൾ രണ്ടുപേരും ഏകദേശം വരല്ലേ ഓൾ ആർ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബോത്ത് ആർ മാത്തമാറ്റിക്സ് ആണ്. കണക്കിൽ ഞാൻ വലിയ പുള്ളിയാണെന്നല്ല, നമ്മളുടെ ഒരു സ്വഭാവത്തിൽ ഈക്വൽ ആണെന്നാണ്. ശ്രീലക്ഷ്മി കരഞ്ഞെന്നും പറഞ്ഞ് ഈയോടെ ഭയങ്കര വൈറലാകുകയും, അപ്പൊ അമ്മ പറഞ്ഞോണ്ടോ ശ്രീന്നായത്, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അത്. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സ്ത്രീകള് വിളിയോ കരച്ചിലോ, വിളിയേക്കാൾ ഉപരി ഒരു സ്ത്രീ പൊതുവിടത്തിൽ കരയുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര, അത് നമ്മൾ എത്രയോ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ അമ്മയുടെ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര, നമുക്കിതൊക്കെ അറിയാം, നമുക്കിങ്ങനെ ഒരു ആൾ അനുഭവിക്കുന്ന അവരിങ്ങനെ പറയുമ്പോഴേ ചങ്ക് പിടയ്ക്കുന്നുണ്ട്. അല്ല, അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, 2 മാസമുള്ളപ്പോൾ സ്ത്രീനെ ഇട്ടിട്ട് അച്ഛൻ പോയി എന്ന്. അമ്മ ഒരിക്കലും സ്ത്രീയോട് അച്ഛനെക്കുറിച്ച് മോശം പറഞ്ഞു തന്നിട്ടില്ല. ഇൻ കേസ് അമ്മ പറയുന്ന അമ്മമ്മ ആയിരിക്കാം, സ്ത്രീയുടെ പല ടോക്കിലും അച്ഛനെക്കുറിച്ച് ഭയങ്കര ദേഷ്യപ്പെട്ടു ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രമാത്രം ദേഷ്യം എന്താണ്? ഇപ്പോൾ സ്ത്രീയാണ് ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയും കൂടെയാണ്. ഒരാൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പലതരം അസുഖങ്ങളുണ്ടാകും, കള്ളുകൂടി ഉണ്ടാവാം, ഇതുണ്ടാവാം. അയാളെ സംബന്ധിച്ച് ഇങ്ങനെ ആയിരിക്കാം എന്നെന്താ ഒരിക്കൽ പോലും ചിന്തിക്കാത്തേ? അങ്ങനെയല്ല, എന്നിട്ട് അമ്മ പറഞ്ഞ തന്നെയാണ് ഇതൊരു ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് എൻ്റെ അമ്മൂമ്മയുടെ കൂടെയാണല്ലോ ഞാനുള്ളത്. അപ്പൊ ഞങ്ങളുടെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ആടുണ്ടായിരുന്നു. ആടിനെ തീറ്റാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പോകും. അപ്പൊ ഫുൾ ടൈം ഞാൻ അമ്മൂമ്മയുടെ കൂടെയാണ്. അപ്പൊ അമ്മൂമ്മ എപ്പോഴും ഇങ്ങനെ സ്വന്തം മകളുടെ ജീവിതം നശിപ്പിച്ച ഒരാളെ പറ്റിയല്ലേ പറയുന്നത്. അങ്ങനെ അത് മാത്രല്ല, പിന്നെ നമ്മള് ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ജസ്റ്റ് ഒന്ന് വിവാഹം കഴിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ജസ്റ്റ് ഒരു മാനിപ്പുലേഷൻ മാത്രമല്ലോ, അതിനകത്തൊരു കുട്ടി ഉണ്ടാവുമല്ലേ. പിന്നെ ഞാൻ കാണുമല്ലേ ഈ അമ്മ സ്ട്രഗിൾ ചെയ്യുന്നേ. അതായത് എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ സ്ട്രഗിൾ ചെയ്യുന്ന അത്രയും സ്ട്രഗിൾ ചെയ്യുക. അതായത് അമ്മേനെ നോക്കണം, എന്നെ നോക്കണം, അങ്ങനെ അതിങ്ങനെ കാണുമല്ലേ. അതിങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ വാശിക്ക്, അല്ലാതെ ഞാനിങ്ങനെ ഒരു കളിപ്പാട്ടം മേടിച്ചു തരാനോ അങ്ങനെ എന്താ പറയാ ഒരു ബലൂൺ മേടിച്ചു തരാനോ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ വീട്ടിൽ അമ്മേനോടത്. കാരണം അമ്മയ്ക്ക് അത് മേടിച്ച ബലൂണൊക്കെ 2 രൂപ 5 രൂപയൊക്കെ ആയിരിക്കും, പക്ഷെ അതുപോലെ ഇല്ലെന്ന് എനിക്കറിയാം. അപ്പൊ അമ്മ അത്ര സ്ട്രഗിൾ ചെയ്യുന്നത്, അതായത് അമ്മയ്ക്ക് എല്ലാം കാരണം ആ വ്യക്തിയാണ്. അപ്പൊ ഞാനിങ്ങനെ ഒരു പ്രായം എത്തിയപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി, എൻ്റെ അമ്മ കഷ്ടപ്പെടുന്ന പോലെ ഇതേ സിറ്റുവേഷനിൽ വേറെ പെണ്ണുങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുവാണല്ലോ. ഇതേപോലെ ഭയങ്കര മോശം സാഹചര്യത്തിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ടല്ലേ ഇവർ കല്യാണം കഴിക്കുന്നത്. അപ്പം ഓൾറെഡി വൾനറബിൾ ആയിട്ടുള്ള ആൾക്കാർ അവരെ വീണ്ടും ഒരു കുട്ടീനെ കൂടെ ഒക്കെ ആക്കി വീണ്ടും സാമ്പത്തിക അവസ്ഥയിലേക്കും ഇമോഷണലി എല്ലാം ആക്കി കളയുന്നല്ലേ. അപ്പൊ അതൊരു ക്രൂരനാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ അമ്മ അതിനകത്തൊരു പോസിറ്റീവ് പറഞ്ഞു. അയാൾ വന്നതുകൊണ്ടാണ് സ്ത്രീയെ പോലെ ഒരു മോളെ കിട്ടി. അമ്മ തന്നെ പറഞ്ഞു, സ്ത്രീ എന്ന് പറയുന്നത് ചുമ്മാ വന്നതല്ല,
അമ്മ ആഗ്രഹിച്ചു കൊണ്ടുവന്നതാണ്. അല്ല അമ്മ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു, അവിഹിതമാണെങ്കിൽ പോലും, അതായത് എനിക്ക് ഇങ്ങനെ കല്യാണം കഴിച്ചല്ല, അങ്ങനെ പോലും ഒരു കുഞ്ഞുണ്ടായാൽ ഹാപ്പിനെസ് ആണ്. അത് ആ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർ റെഡിയായിരുന്നു ഒരു കുഞ്ഞിനെ. കാരണം അമ്മ അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രി പഠിക്കാൻ പോയ ഒരാളാണ്. ഇംഗ്ലീഷിന് തോറ്റു എന്നുള്ളതൊരു മാറ്ററേ അല്ല. ഞാൻ പറയണത് അതിനൊരു കറേജ് വേണം. അതുപോലെ അത്രയും ശിഥിലമായ ഫാമിലിയാണ്. അമ്മയും വളർന്ന ശിഥില. സ്ത്രീയായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ അമ്മ പറയുന്നുണ്ട്, അമ്മയുടെ അച്ഛനെ ഒരിക്കലും മോശം പറയാൻ അമ്മയുടെ അച്ഛനും ഇതേ അവസ്ഥയിലല്ലായിരുന്നോ, കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള, അവരെ കുത്തുക വരെ ചെയ്തു. അമ്മ മോശം പറയാൻ സമ്മതിച്ചിട്ടില്ല. അത് അമ്മയ്ക്ക് അച്ഛന്റെ കൂടെയുള്ള കുറെ നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. എനിക്ക് അങ്ങനെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഒരു രൂപമില്ലാത്ത ഒരു ഇരുട്ടിൽ നിൽക്കുന്ന ഒരാള്, എനിക്ക് അയാളുടെ രൂപമോ ഒന്നും അറിയത്തില്ല. എന്നെ സംബന്ധിച്ച് ആക്സിഡന്റ് ആണ് അങ്ങനെ ഒരാള്. എനിക്ക് അച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു മുഖമോ ഒന്നുമില്ല. ഇപ്പൊ പേര് പറഞ്ഞ് അങ്ങനെ പേര് മാത്രം അറിയാം, അല്ലാതെ ഒരു രൂപമോ ഒന്നുമില്ല. അപ്പൊ എനിക്ക് കിട്ടുന്നതിൽ നിന്നല്ല ഞാൻ മനസ്സിലാക്കി എടുക്കുന്നത് പറഞ്ഞാൽ എന്റെ അമ്മൂമ്മ പറഞ്ഞ എക്സ്പീരിയൻസിൽ നിന്ന്, അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികൾ അനുഭവിച്ചതിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താ പറയാ, സാമ്പത്തികമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായും. അതായത് ബാക്കിയുള്ള ഒരാൾക്ക് ഒരു കാര്യം പറയുമ്പം കിട്ടുന്നുണ്ട്. എനിക്ക് പറഞ്ഞാൽ ഒരു ചാർട്ട് പേപ്പർ മേടിക്കാനില്ല, ബ്രൗൺ പേപ്പർ പൊതിയാനില്ല. എനിക്ക് LSSന്റെ പരീക്ഷയ്ക്ക് പോകുന്ന നേരത്ത് ബ്രൗൺ പേപ്പർ പൊതിയാനില്ലായിരുന്നു. എനിക്ക് ഞാൻ നല്ല പഠിക്കുന്നതായിരുന്നു. പക്ഷെ അമ്മയുടെ അംഗൻവാടിയിൽ അരി എങ്ങാണ്ട് കൊണ്ടിട്ട് ചാക്കൊക്കെ കീറി എനിക്ക് കൊണ്ടു തന്നെ. അപ്പൊ എനിക്ക് നോക്കുമ്പം അത് അയാളല്ലേ അത് പ്രൊവൈഡ് ചെയ്യേണ്ട ആള്. ബാക്കി എല്ലാ കുട്ടികൾക്ക് അത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു കുട്ടീനെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് അങ്ങനെ അത്ര ആബ്സെന്റ് ആയിട്ട് പോവുക? ചിലപ്പോ എന്നെ എടുത്തോ ലാളിക്കോ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് സ്നേഹം ഉണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫിഗർ ഇല്ല. ഫിഗർ ഇല്ലാത്തടത്തോളം കാലം എനിക്ക് എന്താ പറയാ, എനിക്ക് അവിടെ ഒരു സോഫ്റ്റ് കോർണർ ഒന്നുമില്ല. ഇത് സോഫ്റ്റ് കോർണർ അല്ല ഞാൻ പറഞ്ഞത്. വ്യക്തി ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം നമ്മളിപ്പോൾ പൊതുവിടത്തിൽ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്ന കുറേ കൂടെ ഫോർവേഡഡ് ആയിട്ടുള്ള തിങ്കിങ് ഉള്ള മനുഷ്യന്മാരാണ്. അമ്മ പോലും അത് ഭയങ്കര ഫോർവേഡഡ് ആയിട്ട്. അമ്മ ഇപ്പം എന്നോട് പറഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ തന്നെ എൻ്റെ മകൾ ശ്രീലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ 15 വർഷങ്ങൾക്ക് ഇപ്പുറം ആളുകൾക്ക് മനസ്സിലാവും. ഇന്നത്തെ സമൂഹത്തിൽ നിന്നല്ല, 15 വർഷം. അത്രയും ചിന്തിക്കാൻ അമ്മയ്ക്ക് പറ്റുമെങ്കിൽ സ്ത്രീക്ക് പറ്റാത്തത്, ഞാൻ ഒരിക്കലും സ്ത്രീയുടെ എന്താ പറയുക പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ ക്വസ്റ്റ്യൻ ചെയ്യുക ഇടപെടുക എന്നല്ല, നമുക്ക് കുറേ കൂടെ ശാന്തി കിട്ടും ആ കാര്യത്തിൽ. നമ്മൾ ആ ഒരു വ്യക്തിനെ, അമ്മ ആ വ്യക്തിനെ മറന്നിട്ടാണ് സ്ത്രീനെ വളർത്തിയത്. അമ്മയ്ക്ക് വേണേൽ പിന്നെ വിവാഹം ചെയ്യാമായിരുന്നു, ഇല്ലേ അമ്മ? പിന്നെ വിവാഹം ചെയ്യാൻ പറ്റുന്നത്. കാരണം കുഞ്ഞിനെ വളർത്താനെങ്കിലും ഒരാൾ ഈ പറയുന്ന ഈ എന്താ പറയുക ആ ഒരു സ്ട്രഗിളിംഗ് പീരീഡ് കുറയ്ക്കാൻ ഒരാൾ ജീവിതത്തിൽ അങ്ങനെ ആരെങ്കിലും വന്നിരുന്നോ പിന്നീട് എപ്പോഴും? ഇല്ല, അങ്ങനെ ആലോചനകളൊക്കെ വന്നിരുന്നു. പിന്നെ ഞാൻ അതിനകത്ത് നിന്നിട്ടില്ല. കണ്ടോ, അമ്മ സ്ത്രീയിലാണ് ഹാപ്പിനെസ് കണ്ടത്. കാരണം സ്ത്രീയുടെ പല ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞല്ലോ, പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും, പക്ഷെ അത് പറയണ രീതി ഭയങ്കരമായിട്ടും തെറ്റിദ്ധരിക്കുന്നുണ്ട് ആളുകൾ. അവിടെയാണ്. കാരണം ഇതൊരു നമുക്ക് തന്നെ അറിയാം, ഈ സൊസൈറ്റിയിൽ കാലങ്ങളായിട്ടുള്ള ഒരു പുരുഷാധിപത്യം വളരെ കുറച്ച് കൊണ്ടുവരിക. പണ്ട് കൂടുതലായിരുന്നത് നമ്മൾ കുറച്ച് കൊണ്ടുവരികയാണ്. അതിൽ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ആക്ടിവിസ്റ്റുകളുടെ പങ്ക് വളരെ വലുതാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജിൽ പോലും ഇതിപ്പം മറ്റൊരാൾ കേൾക്കുമ്പോൾ സ്ത്രീക്ക് അത് ഓക്കെ ആയിരിക്കും, അയാളെ കണ്ടാലും കണ്ടില്ലെങ്കിലും. പക്ഷെ ഇത് വേറൊരാളുടെ ഒരു കുഞ്ഞിൽ ഇങ്ങനെ ഒരു അനുഭവം ഉള്ളൊരു കുഞ്ഞ് പക വളർത്തി അയാളെ കണ്ടുപിടിക്കുകയോ അയാൾ എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ ഒരാളുടെ ലൈഫ് എന്നിൽ ആരും പക വളർത്തിയൊന്നുമല്ലോ. അല്ല, ഞാൻ പറഞ്ഞ സ്ത്രീയിലല്ല, സ്ത്രീ സംസാരിക്കുന്ന കേട്ട് മറ്റൊരാൾക്ക് നമുക്ക് പറ്റത്തില്ല. മറ്റുള്ള അത് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആരൊക്കെ എന്ത് വിചാരിച്ചാലും എനിക്ക് എന്റെ എക്സ്പീരിയൻസ് പറയാതിരിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഇപ്പൊ എല്ലാവർക്കും എന്റെ പ്രശ്നം ടോണാണ്. സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന, മൈൽഡായിട്ട് സംസാരിക്കുന്ന, വേണം ഞാൻ ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഒരു സെറ്റ് സാരിയൊക്കെ എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് കിട്ടും. എനിക്കങ്ങനെ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കള്ളത്തരം കാണിക്കാൻ അറിയത്തില്ല. എനിക്ക് പിന്നെ എന്റെ മനസ്സിൽ ഇപ്പൊ ഇയാളെ പറ്റി ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അത് കുറച്ച് സ്മൈൽഡായിട്ട് പറയും. അതാണ് എന്റെ മനസ്സിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതിന് ആൾക്കാർ എന്നെ കല്ലെറിയും, അപ്പൊ ഞാൻ കരയും. അത് ഓക്കെ, അതൊരു പ്രോസസ്സാണ്. അതെ, തീർച്ചയായും അതൊരു പ്രോസസ്സാണ്. അത് ആ വഴിക്ക് നടക്കട്ടെ. പിന്നെ നമ്മൾ കേരളമായോണ്ട് നമ്മളെ ആരും വെട്ടിക്കൊല്ലൂരെന്ന് തോന്നുന്നു. ഇനി വെട്ടിക്കൊന്നാലും ഞാൻ അമ്മയോട് എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ അമ്മയ്ക്ക് എന്റെ ജീവൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അതായത് അമ്മയ്ക്ക് ശ്രീലക്ഷ്മി എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയാ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. എനിക്ക് പക്ഷെ എന്റെ ജീവന് ഒരു വിലയുള്ള ആളല്ല. സ്വന്തമായിട്ട് ഞാൻ അമ്മയോട് ചോദിക്കാറുണ്ട്, അമ്മ എന്തിനാ കല്യാണം കഴിച്ചത്, എന്തിനാ ഞാൻ ഉണ്ടായത്? ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നതാണ്. എനിക്കങ്ങനെ ഞാൻ ഭയങ്കര ഇങ്ങനെ എന്താ പറയാ അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിള്ളേരെ, അതായത് എനിക്ക് റെസ്പോൺസിബിൾ എടുക്കാനും ഒന്നും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇനി കുട്ടികളെ ഉണ്ടാക്കാനോ ഒന്നിനും താല്പര്യം ഇല്ലെന്ന് പറയുന്നത്. കല്യാണം കഴിക്കാൻ അതൊക്കെ അമ്മ തന്നെ പറഞ്ഞു. സ്ത്രീയുടെ മാത്രമല്ല, ഇപ്പൊ ഒരുപാട് പേർക്ക് കല്യാണം കഴിക്കുന്ന ഒരു താല്പര്യം അങ്ങനെയല്ല. എനിക്കപ്പോ മുന്നും പിന്നും അങ്ങനെ നോക്കാനില്ല.
അതാണ് ഒരു സംഭവം. പക്ഷെ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ജോലിക്കാണേലും അങ്ങനത്തെ കാര്യത്തിൽ എല്ലാത്തിനും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ സൗഭാഗ്യം എന്ന് പറയുന്നത് പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ്, അടിയിട്ടൊക്കെയാണ്. അപ്പം നമുക്ക് ഇന്ന് കിട്ടുന്നതിനേക്കാളും 1000 മടങ്ങ് ഫിസിക്കൽ അറ്റാക്ക് വരെ അന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അന്ന് അവരങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും, നമ്മളിപ്പോ എവിടെ പോയാലും നമുക്ക് മൂത്രപ്പുരയുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഞാൻ ഈ ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ടോയ്ലറ്റ് പോയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതിനു വേണ്ടി എത്ര പേര് സമരം ചെയ്തിട്ടുണ്ടാവും ഇതിനു വേണ്ടി. കോഴിക്കോട് മാനാഞ്ചിറയിലുള്ള മാനാഞ്ചിറയിലല്ലോ, കോഴിക്കോട് വിജി പെൺകൂട്ട്, വിജി ചേച്ചിയുടെ പെൺകൂട്ട്, അതുകൊണ്ട് ആ സ്ട്രീറ്റിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ സ്ട്രീറ്റിലുള്ളവർക്ക് ടോയ്ലറ്റ് ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവിടുത്തെ സെയിൽസ് സ്റ്റാഫിന് ടോയ്ലറ്റ് ഇല്ലാഞ്ഞിട്ട് ആ ഒരു പടം തന്നെ ഉണ്ടല്ലോ. അങ്ങനെ ബുദ്ധിമുട്ടിയൊരു ശ്രീലക്ഷ്മി പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ഈ പറഞ്ഞ പോലെ ചന്ദനക്കുറി ഇടുകയോ അല്ലെ സെറ്റ് സാരി എടുത്തോ പറയുന്നതിന്റെ ടോണിന്റെ അല്ല. ഇപ്പൊ ഞാൻ തന്നെ ശ്രീലക്ഷ്മി ഈ ഫ്രെയിമിൽ കാണുന്ന ആളല്ലല്ലോ എന്നെ തൊട്ടപ്പുറത്ത് കാണുക എടിയെന്ന് പറഞ്ഞ് ഭയങ്കര അത് നമ്മള് ഇപ്പൊ അമ്മ തന്നെ ഭയങ്കര ലൈഫാണ്. ശ്രീലക്ഷ്മി അമ്മയുടെ ലൈഫിലെ സ്ട്രഗ്ലിങ്ങേ കണ്ടിട്ടുള്ളൂ. എത്ര 30 വർഷത്തെ ലൈഫേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അമ്മയുടെ ചെറുത് നിന്റെ സ്ട്രഗിൾ ഉൾപ്പെടെ കാണുന്നുണ്ട്. ശരിക്കും അമ്മയാണ് എന്താ പറയണ്ടേ. പക്ഷെ അമ്മ എന്ത് കൂളായിട്ടാ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അമ്മ ഭയങ്കര അല്ല അതമ്മയോട് പണ്ടും പറയാറുണ്ട് കേട്ടോ എന്നോട്. അതായത് ഞാൻ പറയുന്നതിന്റെ എന്നോട് സംസാരിക്കാൻ പഠിക്കണം അമ്മ പണ്ടും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുമായിരുന്നെങ്കിലേ അമ്മ എന്നെ പ്രസംഗ മത്സരത്തിനൊക്കെ പങ്കെടുപ്പിക്കുമായിരുന്നു. പക്ഷെ ഞാൻ നവോദയയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ആ പ്രസംഗ മത്സരം ഒന്നും ഇല്ലാതെ. പിന്നെ നമ്മൾ അവിടെ ഒരു അടിച്ചമർത്തപ്പെട്ട കുട്ടിയായിരുന്നു. അപ്പം ചിലപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ തന്നെ നിൽക്കുവാണെങ്കിൽ ഞാൻ വേറെ രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. എനിക്ക് ആ സംസാരിക്കാൻ അറിയത്തില്ലാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാനത് ട്രെയിൻ ചെയ്യാത്തോണ്ടാ. ഇന്റർവ്യൂവിൽ ഇപ്പം മറ്റ് പലയിടത്തും അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ കുറിച്ച് കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അമ്മ തന്നെ പറഞ്ഞാൽ അത് എനിക്ക് പ്രശ്നമല്ല. സ്ത്രീക്ക് അങ്ങനെ ഒരു ഇപ്പം അമ്മ അത് ഇപ്പോഴാണ് അമ്മ അത് പറയുന്നത്. മുന്നേ ആദ്യകാലങ്ങളിൽ സ്ത്രീയുടെ വീഡിയോസും ഇതൊക്കെ വൈറലായപ്പം അന്ന് എങ്ങനെയാണ് അമ്മ പ്രതികരിച്ചത്? അന്ന് എനിക്ക് ഭയങ്കര പ്രയാസം തന്നെയായിരുന്നു. അതായത് നമ്മളെ രഹസ്യമാക്കി വെച്ചിരുന്ന കുറെ കാര്യങ്ങളാണല്ലോ അപ്പോൾ പരസ്യമായിട്ട് പറയുന്നത്. അതും ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ. അതായത് ആ പ്രായത്തിന് നമുക്കൊരു മാറ്റമുണ്ട്. നമ്മൾ കുറച്ച് ഓൾഡ് ആയിട്ടാണെങ്കിൽ ഒരു 40 above ഒക്കെ ആയിട്ടാണെങ്കിൽ കുറേ കൂടെ മാറ്റം വരും. ഈ നല്ലൊരു കുഞ്ഞു പ്രായത്തിൽ ഇവൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയായിരിക്കും ഈ സമൂഹം ഇങ്ങനെയൊക്കെ ആണല്ലോ കാണുന്നത്. അപ്പോൾ ഉഷ വളർത്തിയ മോൾ ഇങ്ങനെയായിപ്പോയി എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ എൻ്റെ ഒരു ബന്ധു തന്നെ എന്നോട് ചോദിച്ചു, ഇവൾ എന്നാ കാര്യത്തിനാണ് ഇവളിങ്ങനെ ഈ ഫേസ്ബുക്കിനകത്തൊക്കെ ചെയ്യുന്നത്? ഇവൾക്ക് വല്ലതും മിണ്ടാതിരിക്കത്തില്ലേ? ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്നുണ്ടോന്ന് ഓർത്തുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? ചേച്ചി അതൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞെങ്കിലും ഞാൻ പിന്നെ ഓർത്തു അത് അവളുടെ സ്വാതന്ത്ര്യമാണ്. അവൾ എന്ത് പറയണമെന്നുള്ളത് അത് അവളുടെ സ്വാതന്ത്ര്യമാണ്. അതൊരു തെറ്റായ കാര്യമാണെങ്കിൽ ഇത്രയും സാമാന്യ എഡ്യൂക്കേഷനുണ്ട്, ഒരുപാട് വായിക്കുന്ന ഒരു കുട്ടി എന്ന നിലയ്ക്ക് തെറ്റാണെങ്കിൽ അത് പറയാൻ സാധ്യതയില്ലല്ലോ. അവളുടെ വ്യൂവിൽ വെച്ച് ചിന്തിക്കുമ്പം അതിനകത്ത് എന്തൊക്കെയോ പോസിറ്റീവ് പോയിന്റ്സുകൾ ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. ശ്രീലക്ഷ്മി എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു വീഡിയോ, ഫസ്റ്റ് വീഡിയോ എനിക്കത് യൂട്യൂബിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുമായിരുന്നു അല്ലേ? ആദ്യത്തെ മറ്റേ വൈബ്രേറ്റർ ഉണ്ട് അല്ലേ? വൈബ്രേറ്റർ എനിക്ക് ഇതുപോലെ ഒരു വാലന്റൈൻസ് ഡേക്ക് കോളേജിൽ കിട്ടിയത് ഒരു ഗിഫ്റ്റാണ്. അപ്പൊ ശരിക്കും അങ്ങനെയല്ലേ വൈറലാവുന്നത്? ശരിക്കും ഞാൻ അതിനു മുമ്പ് മാസ്റ്റർബേഷന്റെ പോസ്റ്റ് ഇട്ടിട്ടാ വൈറലാവുന്നത്. അത് തന്നെ അങ്ങനെയാണ് കൂടുതലായിട്ട്. അതിനു മുമ്പ് ഒരു പീരീഡ്സിന്റെ പോസ്റ്റ് ഇട്ടായിരുന്നു ഞാൻ MSc പഠിക്കുന്ന സമയത്ത്. അന്നേരം കുറച്ച് വൈറലായിരുന്നു. പക്ഷെ അന്നൊക്കെ അത്രയും ഇല്ലല്ലോ. പക്ഷെ ഇന്നാണിത്, അതായത് ഒരു 20-22 എനിക്ക് ലോക്ക്ഡൌൺ പീരീഡ് ഒക്കെയാണെന്ന് തോന്നുന്നു ഈ ഫേസ്ബുക്ക് ലോക്ക്ഡൌൺ പീരീഡ് ലൈവ് ഇട്ട് കുറെ വൈറലായിരുന്നു. ശ്രീലക്ഷ്മി നമ്മളിപ്പോ ഒരു എന്താ പറയുക സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റോ അല്ലെങ്കിൽ അതും പോട്ടെ നമ്മളൊരു സെക്സോളജിസ്റ്റ് ഒക്കെ പറയുമ്പോൾ നമുക്കതൊരു അവർ സ്റ്റഡീഡാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയും. ഒരു സാധാരണക്കാരൻ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഇത്തരത്തിലായിരിക്കാം സമൂഹം എടുക്കുക എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ട്. ശ്രീലക്ഷ്മിക്ക് അന്ന് അതില്ലായിരുന്നോ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ തോട്ടിൽ ഇത് എഴുതിയതും പിന്നെ ഈ പറഞ്ഞ ഗിഫ്റ്റ് കിട്ടിയതെന്ന് ആദ്യമായിട്ട് ഇട്ടതും? അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റി എല്ലാ കാര്യത്തിനും. എല്ലാ കാര്യങ്ങളും അറിയുക, എനിക്കറിയാത്ത കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്കറിയാത്ത ഒരു കാര്യത്തെ പറ്റി എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ നോക്കുമ്പോൾ അത് ആരും പറയുന്നില്ല. അപ്പം ഞാൻ അതിനെപ്പറ്റി പോസ്റ്റ് ഇട്ടു. ഞാൻ അത്രേ അതിനെപ്പറ്റി ചിന്തിക്കുന്നുള്ളൂ. ഇത് സമൂഹത്തിൽ വലിയ തെറ്റാണ് അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സമൂഹത്തിനെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് സമയമെടുത്തു. അത് കാരണം എന്ന് പറഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞാൽ
ഞാൻ സത്യം പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ ഒത്തിരി വായിക്കുന്ന ആളാണ്. അത് ഞാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് വായിക്കുന്നത്. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ നെല്ലെന്ന് പറയുന്ന നോവൽ വായിച്ചിട്ടുണ്ട്, വലിയ നോവൽ. പിന്നെ ഞാൻ 8ാം ക്ലാസ് ഒക്കെ തൊട്ടും എഡിറ്റോറിയൽ പേജ് വായിക്കും. പിന്നെ ഞാൻ ഇപ്പോൾ തന്നെ കാണുന്ന പോഡ്കാസ്റ്റ് അല്ല ഇംഗ്ലീഷുകാരുടെ പോഡ്കാസ്റ്റാ. അവരെയൊക്കെ സംബന്ധിച്ച് ബോഡി കൗണ്ട് ഞാൻ കുറച്ച് എന്താ പറയുക, ഞാൻ ഇവിടുത്തെ നമ്മൾ ഗ്ലോബൽ ആണല്ലോ, വേൾഡ് ഗ്ലോബൽ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഉയർന്ന തലത്തിലാണ് ചിന്തിക്കുന്നതും വായിക്കുന്നതും ഒക്കെ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ ലോകം എന്താ പറയുക, ഈ ലോകത്തുള്ള എല്ലാവരും ഒരേപോലെയാണെന്നൊക്കെ ഞാനങ്ങ് വിചാരിച്ച് ഞാനങ്ങ് പറയും. ഞാൻ അതിൻ്റെ ഭവിഷ്യത്തിനെ പറ്റി പിന്നെ അങ്ങനെ ചിന്തിക്കൂല. പിന്നെ ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിവിടെ പറയാൻ പാടില്ലാത്ത എത്രയോ വലിയ തെറ്റാണെന്ന് ഇത്ര തെറിവിളി വരുമ്പോഴാണ് മനസ്സിലാവുന്നേ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തെറിവിളി വരുമ്പോഴും മറ്റൊരു സൈഡിൽ നിന്ന് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഞാൻ എഡിറ്റോറിയൽ പേജ് വായിച്ച ആൾക്കാർ, അതായത് അന്ന് എഴുതി ഞാൻ ഭയങ്കര ആരാധനയോട് കണ്ട വ്യക്തികളൊക്കെ ഉള്ളൂ, ഇവരെന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താ, എൻ്റെ ബോധതലം ഞാൻ ആരാധനയോടെ കണ്ട അവരുടെ അത്ര ഉയർന്നു. ഇപ്പം അവരെന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു, വലിയ വലിയ റെസ്റ്റോറൻറ്റിൽ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഞാൻ എന്ത് ചെയ്തിട്ടാ? അപ്പൊ ഇവരെല്ലാം പറയുന്നത് നീ ഭയങ്കര ബോധതലം ഉയർന്നുള്ള ആളാണെന്ന്. അങ്ങനെ നോക്കുമ്പം എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ ഒരു തെറി വരുന്നുണ്ട്, ഓക്കെ. പക്ഷെ ഇപ്പുറത്തുള്ള ബോധതലത്തിലുള്ള ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പം പ്രത്യക്ഷത്തിൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും എനിക്ക് ഇൻബോക്സിലും ഒക്കെ ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാർ പൈസ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവരോട് മേടിക്കാറില്ല. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും, ഇപ്പം ഇത്രയും അലിഗേഷൻ എനിക്കെതിരെ വന്നിട്ടും ഞാൻ ചില ചാരിത്ര പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതായത് എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും, എന്നിട്ട് അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കും അവർക്ക്. അപ്പം ഞാൻ വിചാരിക്കും, ഇത്രയും അലിഗേഷൻ വന്നിട്ടും എല്ലാവർക്കും ഈ വൃത്തികെട്ട വാക്കുകളല്ലാതെ ഒരു സാമ്പത്തിക അലിഗേഷനോ ഒന്നും ഞാനൊരു മോശം ചെയ്ത പ്രവൃത്തിയോ മെൻഷൻ ചെയ്യാനില്ല. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്രയും എത്തിക്സോടുകൂടി ജീവിക്കുന്നുണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ട്യൂഷൻ എടുത്ത് എനിക്കിപ്പം എൻ്റെ ഒരു സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ ഇപ്പോൾ പൈസ ഓഫർ ചെയ്യുമ്പോൾ എന്തായാലും പോയി വാങ്ങും. പിന്നെ ഞാൻ ഈ സെക്സ് മാസ്റ്റർബേഷനെ പറ്റി പറഞ്ഞുകൊണ്ട് എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കും, കോടീശ്വരന്മാരും എല്ലാവരും മെസ്സേജ് അയക്കും. അതായത് ഇങ്ങനെ സെക്സിനെ പറ്റി പറയുന്ന പെണ്ണിനെ ഒന്ന് സെക്സ് ചെയ്യാൻ കിട്ടുവാണെങ്കിൽ എന്താ പറയുക, അവർക്ക് അവരുടെ ഫാൻറ്റസികളൊക്കെ നിറവേറ്റാലോ, അവരെത്ര പൈസ വേണമെങ്കിലും തരാൻ തയ്യാറാണ്. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എനിക്ക് ഈ സമൂഹത്തെ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ക്യൂരിയോസിറ്റിയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം ബാക്കിയുള്ളവരെ അറിയിക്കണം. ഞാൻ ഇപ്പം നിൽക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ എം.എഡും കൂടെ കഴിഞ്ഞ് ടീച്ചർ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞ പൊസിഷനാണ്. അതായത് ഞാൻ ബി.എഡിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, TTC പഠിക്കുന്ന, അതായത് കുട്ടികളെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. അതായത് സ്കൂളിൽ ട്രെയിൻ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവരെ പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ. മനസ്സിലായി, അത്രയും ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട്. അപ്പം ഞാൻ ബേസിക്കലി ഒരു എഡ്യൂക്കേറ്ററാണ്. അപ്പം എല്ലാ സമൂഹത്തിൽ എല്ലാത്തിനെ പറ്റിയിട്ടുള്ള എനിക്കറിയാത്ത കാര്യത്തെപ്പറ്റി ഞാൻ മനസ്സിലാക്കുമ്പോൾ അത് ബാക്കിയുള്ളവർ കൂടെ മനസ്സിലാകണം. ഇത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് ചിലപ്പം എൻ്റെ ഭാഷ ചിലപ്പം കൊളോക്കിയലായിരിക്കാം, പക്ഷെ എൻ്റെ എഴുത്ത് കുറേയൊക്കെ കൊളോക്കിയലല്ല. ഞാൻ വായിച്ച് വന്നുകൊണ്ട് എൻ്റെ എഴുത്തൊക്കെ ചിലത് നല്ലതാണ്. പക്ഷെ എൻ്റെ ഭാഷ, ഞാൻ ഈ ഭാഷ ഉപയോഗിക്കാൻ കുറച്ചുകൂടെ ട്രെയിൻ ആവേണ്ടതുണ്ട്. അതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഭാഷ, ടോണ്, അതൊക്കെ ഞാൻ കുറച്ചുകൂടെ ട്രെയിൻഡ് ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് വേണമെങ്കിൽ കിട്ടിയേനെ. തീർച്ചയായും. പിന്നെ ഈ പറഞ്ഞ പോലെ അടുത്തിടെ നിങ്ങളൊരു ചർച്ചയ്ക്ക് പോയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും വലിയ ഈ പറയുന്ന മൂക്കുത്തി, കണ്ണാടി, പൊട്ട്, ഇതൊക്കെ ഭയങ്കര ചർച്ചയായി. ഇതാണ് ഫെമിനിസ്റ്റ്. ഇപ്പം അടുത്തിടെ ഒരാളെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫെമിനിസ്റ്റാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ എന്നോട് പറയുവാണ് എനിക്കിഷ്ടമല്ല ഫെമിനിസ്റ്റിനെ. അപ്പം ഞാൻ ചോദിച്ചു അതെന്താണ്, കാരണം എന്താണെന്ന് ചോദിച്ചു. ഒരു ഡ്രസ് കോഡിൽ അവർ നടക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഫെമിനിസ്റ്റിനെ കാണാത്തതുകൊണ്ടാണ്. ഇവരുടെ വിചാരത്തിൽ, ഇപ്പം ഞാൻ മൊത്തത്തിലാണ് പറയുന്നത്, ഫേസ്ബുക്കിൽ എഴുതുകയോ പറയുകയോ ചെയ്യുന്നവരൊന്നും അല്ല ഫെമിനിസ്റ്റ്. അവരും ഒരു തരത്തിൽ ഫെമിനിസം ചെയ്യുന്നുണ്ട്. അമ്മ എൻ്റെ കൺമുമ്പിൽ വലിയ ഫെമിനിസ്റ്റാണ്. കാരണം കുഞ്ഞു മതി, ഭർത്താവ് വേണ്ട, സമൂഹത്തിൽ ആ തെറിയിടിയൊന്നുമല്ല. അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ സിംഗിൾ പാരൻ്റായിട്ട് വളർത്താൻ, അന്ന് സിംഗിൾ പാരൻ്റ് എന്താണെന്ന് പോലും അമ്മയ്ക്കറിയത്തില്ല. അന്ന് നമുക്കറിയുന്ന അവിവാഹിതയായ അമ്മ, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം പുരുഷൻ ചതിച്ചൊരു സ്ത്രീയാണ്. അവരാ കുഞ്ഞിനെ വളർത്താനെടുത്ത സ്ത്രീ. അവരെന്നെ സംബന്ധിച്ച് ഫെമിനിസ്റ്റാണ്. കാരണം ഒരു വ്യക്തിനെയും അമ്മ അത്രയും കഷ്ടപ്പാടുണ്ടായിട്ട് അന്വേഷിച്ച് പോകുകയോ ഒന്നും കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, വളർത്തുകയാണ് ചെയ്തത്. അമ്മ പറഞ്ഞല്ലോ, അവർ വഴക്കുണ്ടാക്കാൻ വന്നപ്പം നിന്നെ കൊഞ്ചിക്കുക ചെയ്ത ഒച്ചത്തിൽ. അതാണ് അവരുടെ ആദ്യത്തെ യുദ്ധം കുഞ്ഞിൻ്റെ അടുത്തുള്ള. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് ശ്രീലക്ഷ്മി നോക്കിക്കാണുന്നത്? നമ്മൾ ഈ ഫേസ്ബുക്കിൽ നടത്തുന്ന നല്ല വിപ്ലവം, അതല്ലാണ്ട് ഫേസ്ബുക്കിൽ എന്ന് പറയുന്നത് നമ്മളെപ്പോലെ കുറേ മനുഷ്യർ, സാധാരണ ഇപ്പം അമ്മയൊക്കെ പോലെ ഇപ്പോൾ വന്നു ചേരുന്നവർ, പക്ഷെ സാധാരണ കുറേ സ്ത്രീകൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ഇതൊന്നുമില്ലാതെ. അവരോട് എന്തായിരിക്കാം ശ്രീലക്ഷ്മി, ഇപ്പം അവരാണല്ലോ ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ അറിയപ്പെടുന്നത്. ശ്രീലക്ഷ്മി പറഞ്ഞാൽ നമുക്കറിയുന്ന ഒരു കാര്യം, അത് മാസ്റ്റർബേഷൻ ആയിക്കോട്ടെ, വൈബ്രേറ്ററിൻ്റെ കാര്യമായിക്കോട്ടെ, ഏത് കാര്യമാണെങ്കിലും നമുക്ക് അവരെ എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും? അതായത് ഈ ചോദ്യത്തിന് കുറേ ഉത്തരങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം,
ഞാൻ ഈ ബുദ്ധിജീവികളുടെ കൂടെ എനിക്ക് കുറെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. നിനക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് എന്താ പറയാ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. എന്നെയാണ് ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല, നിനക്ക് എന്നെ പേഴ്സണൽ ആയിട്ട് അറിയാവുന്നതുകൊണ്ട് ലോക്കാലിറ്റിയിലുള്ള ആൾക്കാരും അതുപോലെ സ്ലമ്മിൽ ഇറങ്ങി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഞാൻ ഫേസ്ബുക്കിൽ എഴുത്ത് മാത്രമല്ല ചെയ്യുന്നത്, ഞാൻ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി കൂടെ പണിയെടുക്കുന്ന ഒരാളാണ്. അതെന്റെ കൂടെ നടക്കുന്ന ആൾക്കാരെയൊക്കെ ആണെങ്കിലും ഞാൻ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ ബോധപൂർവമായിട്ട് അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുന്ന, കോളനികളിലായിക്കോട്ടെ അതുപോലെ തന്നെ സ്ലമ്മിലായിക്കോട്ടെ, അങ്ങനത്തെ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്നെ ഒത്തിരി പേര് വിളിക്കാറുണ്ട്. ഒത്തിരി പേർക്ക് എന്നെ കൊണ്ട് എൻ്റെ കയ്യിൽ കൊടുക്കാൻ പൈസ ഒന്നുമില്ല, ഞാൻ അന്നേരം കണക്ട് ചെയ്ത് കൊടുക്കും പൈസ ഉള്ള ആൾക്കാരുമായിട്ട്. അങ്ങനെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഫേസ്ബുക്കിലെ ഈ ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് ഇടപെടുന്നത്. നമുക്ക് ഇങ്ങനെ ഇടപെടണം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഫേസ്ബുക്കിലെ എഴുത്ത് ഓഫ് കോഴ്സ് മാറ്റർ. കാരണം എന്നോട് ഒത്തിരി പുരുഷന്മാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ എഴുത്ത് വായിച്ച് ഞാൻ ഒത്തിരി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവുക ഇത് അപ്പം ഞാനും ഇത്രയൊക്കെ നമുക്ക് തന്നെ അറിയില്ല നമ്മളുടെ പൊട്ടൻഷ്യൽ എന്താന്ന്. അപ്പൊ കുറെ പേര് മാറുന്നുണ്ട്. അപ്പൊ കുറെ പേര് മാറുമ്പം എന്തുകൊണ്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യണ്ട, അതാണ് ഒരു കാര്യം. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പൊ അറ്റൻഷൻ സീക്കിംഗ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ബിഗ് ബോസിൽ ഒരു 4-5 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയി വിളി വന്ന ആളാണ്. എനിക്ക് അറ്റൻഷൻ സീക്കിങ്ങും പ്രേയരും പ്രശസ്തിയും ഒക്കെയാണ് വേണ്ടെങ്കിൽ എനിക്ക് അവരുടെ പുറകെ പോയി എങ്ങനെയും ബിഗ് ബോസ് കയറി പറ്റിയാൽ മതി. കാരണം ആൾക്കാർ ബിഗ് ബോസ് വിളിക്കാത്ത ആൾക്കാരാണ് ഇതിന്റെ പുറകെ പോയി കയറി എങ്ങനെ. ഞാൻ എന്ന് വെച്ചാൽ അവർ ഓഡിഷൻ വിളിക്കുമ്പോൾ പോകും, നിങ്ങൾക്ക് വേണം എന്നെ എടുത്തു, എനിക്ക് നല്ല നിങ്ങളുടെ ഷോയുടെ ആവശ്യം, നിങ്ങൾക്ക് വേണം സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടും, ഞാൻ എടുത്ത. ഇതാണ് ഞാൻ പറയുന്നത്, മനസ്സിലായി. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമാനത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെടുന്ന തൊഴിലെന്ന് പറഞ്ഞാൽ പിള്ളേരെ പഠിപ്പിക്കുകയാണ്. അത് ഫിസിക്സ് പഠിപ്പിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നത്. ഫിസിക്സും മാത്സും ഇക്വേഷൻസ് ഒക്കെ അതൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്. അപ്പൊ എനിക്ക് അതുണ്ട് അപ്പൊ ഞാൻ പുറകെ വരുന്ന എൻ്റെ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. സമൂഹത്തിൽ ഇറങ്ങി ഞാൻ പണിയെടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എന്നിട്ട് ഞാൻ ആ പൈസ മുടക്കി പണിയെടുക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ നമ്മൾ എങ്ങനെ പണിയെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളവിടെ പോയി പ്രസംഗിക്കൊന്നുമല്ല, നമ്മൾ അവരോട് അങ്ങ് ചേരും. മനസ്സിലായോ? നമ്മൾ അവരോട് അങ്ങ് ചേർന്നിട്ട് ഡെയിലി വെള്ളം ഏതൊക്കെ രൂപത്തിൽ ഏതിലെത്താണോ നിൽക്കുന്നത് അതിന്റെ രൂപം പ്രാപിക്കുന്ന. അതെ, നമ്മൾ അവരുടെ കൂടെ അങ്ങ് ചേരും. ഇപ്പൊ എന്നോട് എല്ലാവരും പറയാറുണ്ട്, നീ ആ പയ്യന്മാരോട് എനിക്കൊരു മെസ്സേജ് വന്നാ, നീ ആദ്യം ആ വാളി പയ്യന്മാരോട് നടക്കുന്ന നടപ്പ് നിർത്ത്. വാളി പയ്യന്മാരെന്ന് പറഞ്ഞാൽ ആരാന്ന് ഉദ്ദേശിച്ച് മനസ്സിലായി. നമ്മൾ അംബേദ്കർ ജയന്തിക്ക് ഇവിടെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന പയ്യന്മാരും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അവരുടെ കൂടെ നടക്കുക ചെയ്യുന്നത്. കൂടെ നടക്കുമ്പോൾ എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ കോളനികളിലൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കണ്ട കോളനികളിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചു പോകും പെൺപിള്ളേർ. ഒരു 20 വയസ്സാകുമ്പോഴത്തേക്കും അപ്പുറത്ത് തന്നെ കണ്ട പെൺപിള്ളേ ഇതൊക്കെ ആരെങ്കിലും കണ്ട് പ്രേമിച്ച് കല്യാണം കഴിച്ചു. അപ്പോൾ കല്യാണം കഴിച്ച് എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടു, ചേച്ചിയുടെ ലൈഫ് കാണുമ്പോഴാണ് ഇതാണ് ലൈഫ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപാട് ലൈഫ് ചെയ്യാനുണ്ടല്ലേ, പക്ഷെ എന്ത് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. ഇനി എനിക്ക് ഒത്തിരി ഏജിൽ എന്താ പറയുക, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ തൊട്ട് വയസ്സുകളുമായിട്ടുള്ള ആൾക്കാർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ ഈ +2 പഠിക്കുന്ന എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇവർ പറയുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്ക് കല്യാണം വേണ്ട, ഞാൻ അതവിടെ പഠിക്കാൻ പോകും, ഇവിടെ പഠിക്കാൻ പോവുക. അപ്പം നമ്മൾ അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ ആ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ അവർക്കും തോന്നും എഡ്യൂക്കേറ്റഡ് ആവണം എന്നുള്ളത്. തീർച്ചയായും. അപ്പം കാരണം അവർ കാണുവാണ് ഞാൻ സ്വന്തമായി പൈസ ഉണ്ടാക്കുന്നു, ട്യൂഷൻ എടുത്ത് പൈസ ഉണ്ടാക്കുന്നു, എല്ലാവർക്കും വേണ്ടി ചിലവഴിക്കുന്നു, ഐസ്ക്രീം മേടിക്കുന്നു, അത് മേടിക്കുന്നു, സിനിമയ്ക്ക് പോകുന്നു, കറങ്ങാൻ പോകുന്നു. അതൊരു വിപ്ലവമാണ്. അത് കാണും അവര് വീട്ടിൽ നിന്ന് പൈസ മേടിക്കാതെ. അപ്പം എൻ്റെ ചില പിള്ളേർ എന്ത് ചെയ്യും, ഇപ്പം എനിക്ക് അറിയാവുന്ന പെൺപിള്ളേര് ഇവര് മുത്തുമാല ഉണ്ടാക്കുക, ആഭരണം ഉണ്ടാക്കുക, ഇങ്ങനെ ഇവർ പൈസ ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം നേടണം. അപ്പൊ എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എഴുതുക എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എഴുതുന്നത് എങ്ങനെ, നമുക്കതൊരു മനസ്സിനൊരു റിലാക്സേഷൻ എഴുത്തെന്ന് പറയുന്നത്. ജേർണലിംഗ് എന്നൊക്കെ പറയൂലേ, ഞാനതങ്ങ് എഴുതിയിടും. വേണ്ടവരെടുക്കുക, വേണ്ടാത്തവര് കളയുക. ഈ വേണ്ടാത്തവരും കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് മാറി ചിന്തിക്കും. തീർച്ചയായും അങ്ങനെ സാമൂഹികമായിട്ടുള്ള മാറ്റം ഉണ്ടാവുള്ളൂ. ഇപ്പം ശ്രീലക്ഷ്മി ട്യൂഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പം അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് 10 വരെ നവോദയയിൽ പഠിച്ചു. +1 +2 പിന്നെ ട്യൂഷന് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയല്ല, ഞാൻ 9ാം ക്ലാസ്സിൽ ഈ വെക്കേഷന് വരുമല്ലോ, വെക്കേഷൻ വരുമ്പോൾ അടുത്ത പിള്ളേരെ ഞാൻ അന്നേരം ഉത്തർപ്രദേശിലാണ് പഠിച്ചത് 9ാം ക്ലാസ്. അപ്പം എനിക്ക് നന്നായി ഹിന്ദി അറിയായിരുന്നു. അപ്പം ഞാൻ ഹിന്ദി സംസാരിക്കുക അവിടെ ഒരു കൊല്ലം പഠിച്ചുകൊണ്ട്. അപ്പം ഞാൻ അടുത്തുള്ള പിള്ളേർക്കൊക്കെ അന്നേരം ഹിന്ദി ട്യൂഷനൊക്കെ എടുക്കുമായിരുന്നു. ഇങ്ങനെ +യ എഴുതി അങ്ങനെ ചെറിയ പിള്ളേരുണ്ടല്ലോ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്, ഹിന്ദി ട്യൂഷൻ, അതുപോലെ ചെറിയ പിള്ളേർക്ക് മാത്സ് ട്യൂഷൻ. അങ്ങനെ ഞാൻ വെക്കേഷൻ വരുന്ന സമയത്ത് ട്യൂഷൻ എടുക്കും. പിന്നെ അതുപോലെ തന്നെ +1 പഠിക്കുമ്പോൾ ട്യൂഷൻ എടുക്കും, +2 പഠിക്കുമ്പോൾ ട്യൂഷൻ എടുക്കും. അങ്ങനെ പിന്നെ ട്യൂഷൻ എനിക്ക് ചെറുപ്പം തൊട്ട് പഠിപ്പിക്കുന്ന പരിപാടിയാണ് എനിക്ക് ഇഷ്ടമുള്ളത്. ശ്രീലക്ഷ്മി ശരിക്കും കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് അല്ലെങ്കിൽ അവിടെ അതുപോലൊരു ഗ്രാമത്തിൽ നിന്ന് സിറ്റി ലൈഫിലേക്ക് എന്നാ വന്നത്?
ഞാനത് എൻ്റെ PG പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് എനിക്ക് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ആക്റ്റീവാണ് കോളേജിൽ, ഭയങ്കര തല്ലിപ്പൊളിയായിട്ടുള്ള ഒരാളാണ്. അതായത് എല്ലാ ചെറുക്കന്മാരുടെയും കൂടെ ഇങ്ങനെ ഫ്രണ്ട്സായി നടന്ന്. അതിനൊരു കാരണമാണ്, അമ്മയ്ക്കും എല്ലാ ഫ്രണ്ട്സൊക്കെ ആണുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അമ്മ ഈ പാർട്ടിയിലും ഒക്കെ നിന്നുകൊണ്ട് എനിക്കങ്ങനെ ജെൻഡറൊന്നും ഇല്ല എൻ്റെ ഫ്രണ്ട്ഷിപ്പിന്. അപ്പം നമ്മളിങ്ങനെ SFIയിലൊക്കെ നിന്ന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര കോളേജിൽ അലമ്പാണ് എന്ന് വെച്ചാൽ ഭയങ്കര പഠിക്കുകയും ചെയ്യും. വീട്ടിൽ വന്നിരുന്ന് കുത്തിയിരുന്ന് പഠിക്കും, 24 മണിക്കൂർ ഇരുന്ന് പഠിക്കും. എങ്കിൽ മാത്രമേ BSc ഫിസിക്സ് നന്നായിട്ട് പാസ്സാകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ 30 പേരാണ് ഞങ്ങളുടെ BSc ഫിസിക്സിലുള്ളത്. അപ്പോൾ ഞങ്ങളോട് ഒരു ദിവസം സാർ വന്നിട്ട് പറഞ്ഞു 10 പേർക്ക് ഈ 30 കുറേ കോളേജുകളുണ്ട് BSc ഫിസിക്സ് ഉള്ളത്, പക്ഷേ MSc ഫിസിക്സ് ഉള്ള കോളേജുകൾ വളരെ കുറവാണ് കേരളത്തിൽ. അതിൽ ഈ 30 പേര്, ഓരോ കോളേജിൽ ഇങ്ങനെ 30-60 പേര് ഇറങ്ങും. അതിനകത്ത് 10 സീറ്റേ വല്ല ചെറിയ ഏതെങ്കിലുമൊക്കെ കോളേജിലുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഭയങ്കര കോമ്പറ്റീഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിൽ പൈസ ഇല്ല, എനിക്ക് MSc പഠിച്ചേ മതിയാവുള്ളൂ എങ്ങനെയെങ്കിലും. ഞാൻ കുത്തിയിരുന്ന് പഠിച്ചു, ഉറക്കമൊന്നുമില്ല. അമ്മയോട് ചോദിച്ചാലൊക്കെ അറിയാം, ഉറക്കമില്ല, ഒന്നുമില്ല. അങ്ങനെ പഠിച്ച് ഞാൻ എന്ത് ചെയ്തു, ഞാൻ MSc ഫിസിക്സിന് അപ്ലൈ ചെയ്തു. എനിക്ക് യൂണിവേഴ്സിറ്റി BSc ഫിസിക്സിന് 3rd റാങ്ക് കിട്ടി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ. ഞാൻ MSc ഫിസിക്സിന് കേരളത്തിൽ ഏതൊക്കെ കോളേജിൽ അപ്ലൈ ചെയ്തു, എല്ലാ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി MSc ഫിസിക്സിന്. അങ്ങനെ പിന്നെ എനിക്ക് ചൂസ് ചെയ്യാം. എനിക്ക് SB കോളേജ് കിട്ടി, എല്ലാ കോളേജിലും കിട്ടി, വിമല കോളേജ് എല്ലാ കോളേജിലും കിട്ടി. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് അന്നേരത്തെ ആഗ്രഹമായിരുന്നു ഈ സിവിൽ സർവീസ്. അന്നേരം എൻ്റെ തലയിൽ മറ്റേ ഭയങ്കര IAS ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, സിവിൽ സർവീസ് കോച്ചിങ് ഏറ്റവും നല്ല സ്ഥലം തിരുവനന്തപുരം വന്ന് മനസ്സിലാക്കി. തിരുവനന്തപുരത്തേക്ക് പിന്നെ അന്നേരം ഞങ്ങളുടെ വീട്ടിൽ സണ്ണി ജോസഫ് MLA വന്നായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കൂടെ. അപ്പോൾ പുള്ളി എങ്ങനെ പറഞ്ഞു തിരുവനന്തപുരം നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ആയത്. എന്നിട്ട് പിന്നെ സിവിൽ സർവീസ് കണ്ടിന്യൂ ചെയ്തില്ല? സിവിൽ സർവീസ് ഞാൻ പഠിക്കാൻ വേണ്ടി അവിടെ കുറേ ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു. പിന്നെ ഞാൻ അതിനെപ്പറ്റി കുറേ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, സാമ്പത്തിക ഭദ്രതയുള്ള ഒരാൾക്ക് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഈസിയാണ് നമുക്ക്. അതായത് ഇത് കിട്ടുമോ കിട്ടില്ല എന്ന് ഉറപ്പില്ലാത്ത കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് തന്നെ വേറെ കുറേ കാര്യങ്ങൾ പഠിച്ചാൽ നമുക്കൊരു ജോലി ഉറപ്പാണ്. സാമ്പത്തിക ഭദ്രതയുള്ള ഒരാൾക്ക് നമുക്ക് അങ്ങ് ഇറങ്ങി തിരിക്കാം സിവിൽ സർവീസിന്. പക്ഷെ അല്ലാത്ത ആൾക്കാർക്ക് അതൊരു ഞാണിമേക്കളിയാണ്. അങ്ങനെ എനിക്ക് മനസ്സിലായി. പിന്നെ അതിന് ഒരുപാട് ഇപ്പം നമ്മൾ ഫീസ് കൊടുക്കണം, പിന്നെ ഐച്ഛിക വിഷയത്തിന് പ്രത്യേക ക്ലാസ്സിൽ ഫീസ് കൊടുക്കണം, പിന്നെ അതിനുവേണ്ടി ഒത്തിരി കൊല്ലം നമ്മൾ മെനക്കെട്ടാലും അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താവും നമുക്ക് അറിയത്തില്ല. ഒരു ആംബിഗിറ്റിയാണ് ഭയങ്കര. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ സമയത്ത് ആ യോജന അങ്ങനത്തെ ബുക്കെല്ലാം വായിക്കുമായിരുന്നു. സിവിൽ സർവീസിന്റെ ബുക്കുകളൊക്കെ വായിക്കുമായിരുന്നു. ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസിലെല്ലാം ഇപ്പം ബോഡി പൊളിറ്റിക്സ് ഒക്കെ, അതിനപ്പുറം അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ലൈഫിൽ പറഞ്ഞ് അത് ഭയങ്കര വൈറലാവുകയും, അതിൽ ആസ് എ പേഴ്സൺ എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിൽ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞിട്ട് നീ തുറന്നു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചില്ലേ നമ്മൾ തമ്മിൽ സംസാരിച്ചത്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പം ഈ അത്തരം തുറന്നു പറച്ചിലുകൾ ശരിക്കും നമുക്ക് ആവശ്യമുണ്ടോ? അത് ആവശ്യമുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഓരോ കാലത്തും ടാബു സബ്ജക്ട്സ് എന്ന് പറയുന്ന കുറേ സബ്ജക്റ്റുകളുണ്ട്. അതായത് ഇന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല, പക്ഷേ എല്ലാവരും ചെയ്യുന്നതെന്ന്. ഇപ്പം നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ വളരെ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ജെൻസി ആയിട്ടുള്ള പിള്ളേരുണ്ട്, വലിയ ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ വലിയ ആൾക്കാർ, അതായത് ഒരു 30-40 വയസ്സിന് മേളിലേക്കുള്ള ആണുങ്ങൾ ഇവരുടെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനെ പറ്റിയൊക്കെ എന്നോട് പറയാറുണ്ട്. നമ്മുടെ ഒരു 10-25 വയസ്സായ, ഒരു 20-25 വയസ്സായ ആളുകൾ, ആണുങ്ങൾ പെൺകുട്ടികൾ ഉൾപ്പെടെ ഇഷ്ടംപോലെ ബ്രേക്കപ്പ്, അവരുടെ കൂടെ പോയ കഥ, ചുമ്മാ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്, ഇങ്ങനത്തെ ഒക്കെ അതിന് നോർമലായിട്ട് നടക്കുന്നൊരു കാര്യമാണ് സമൂഹത്തിൽ. അപ്പം എന്നെ സംബന്ധിച്ച് ഇതൊരു നോർമലൈസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് എൻ്റെ ചുറ്റുപാടും നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇത് പുറത്ത് പറഞ്ഞതിന് കുഴപ്പമുണ്ട്? എനിക്കത് ഒരു കുഴപ്പമായിട്ട് തോന്നേയില്ല. ഞാൻ ഇതിനൊക്കെ ആൾക്കാർ റിയാക്ട് ചെയ്തപ്പം കാരണം എനിക്ക് ഞാൻ വിളിച്ച് പറഞ്ഞില്ലേ, ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഞാനിങ്ങനെ പേഴ്സണലി ചിന്തിച്ചത് അതിൻ്റെ ആവശ്യമുണ്ടോ അത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും നിന്നെ കാണുമ്പോൾ ചോദിക്കണം. അല്ല, അത് നമ്മുടെ സൊസൈറ്റി മതപരമായിട്ടും പാട്രിയാർക്കലായിട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ഒരു സ്ത്രീ എന്താ പറയുക, പുരുഷന്മാർ നിശ്ചയിക്കുന്ന സർട്ടൈൻ രീതിയിൽ പെരുമാറണം എന്നുള്ളത് ഇവിടെ ചില ആൾക്കാരുടെ ആവശ്യമാണ്. അപ്പം നമ്മുടെ ക്ലോസ് സർക്കിളിൽ ഇപ്പം നിന്നെ നോക്കിയാലും നിന്റെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടാവും. ക്ലോസ് സർക്കിളെല്ലാം നമ്മൾ പറയുന്ന കാര്യമാണ്. അത് പബ്ലിക് സ്പേസിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനല്ലെങ്കിൽ വേറൊരാൾ പറയും, അത്രയേ ഉള്ളൂ. ഇതെല്ലാം നോർമലൈസ്ഡ് ആവണ്ടേ? ഇത് എത്ര കാലം ഒളിച്ചു പറയും. അപ്പൊ തന്നെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് നീ കരയേണ്ടി വന്നത്, നിന്നെ ആളുകൾ ആ പേര് വിളിക്കേണ്ടി വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം അപ്പോഴും വീണ്ടും ഇതിങ്ങനെ കുറേ പേജുകളുണ്ടല്ലോ. ഇപ്പോൾ കുറേ എന്താ പറയുക, കാശിന് വേണ്ടിയിട്ട് കുറേ പേജുകൾ നമ്മളുടെ അഭിപ്രായങ്ങളൊക്കെ ചുമ്മാ എഴുതിയെടുത്തുകൊണ്ട് പോവുക, നമുക്ക് തന്നെ കുറേ പേര് ഇങ്ങനെ നമുക്ക് അയച്ചു തരിക എന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിലോട് നീ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഇപ്പം ഓക്കെ, നമ്മൾ നിൻ്റെ പേജിൽ നീ പറയുന്നു, അത് മറ്റൊരാൾ കാണുന്നു, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ കൊടുക്കുന്നു, പക്ഷെ അതിനിങ്ങനെ ഉൾട്ടാ തിരിച്ച് സംസാരിക്കുന്നില്ലേ? അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് ഞാൻ ഇങ്ങനെ CK ജാനുവിനോട് ഈയിടയ്ക്ക് കണ്ടപ്പോൾ സംസാരിച്ചു. അപ്പോൾ CK ജാനു എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, CK ജാനു ഒരാൾ രാത്രി ദിവസം വിളിച്ച് ഭയങ്കര തെറി വിളിച്ചു. പിറ്റേ ദിവസം പുള്ളിക്കാർ ചോദിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു,
അത് നിങ്ങളെ തെറി വിളിച്ചാൽ എനിക്ക് കുറേ അരിയും പിന്നെ വീട്ടിലേക്കുള്ള സാധനം മേടിച്ചു തരും, എനിക്ക് കുറച്ച് പൈസ കിട്ടും, അതുകൊണ്ടാണ് ഇവരെന്നെ ഞങ്ങളെ ഞാൻ വിളിച്ച് തെറി പറഞ്ഞേ, അല്ല നിങ്ങളോട് എനിക്ക് വലിയ ദേഷ്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ CK ജാനു പറഞ്ഞത് നീ എന്നും ഇത് ചെയ്യണം, നിന്റെ വീട്ടിൽ ഞാൻ കാരണം കഞ്ഞി വിടും. അത് തന്നെയാണ് ഈ സംഭവം. അതായത് ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്ന് പറയുന്നത് എന്നോട് ഇത് യൂട്യൂബിൽ നിന്ന് കുറേ ആൾക്കാർ എന്നെ ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോൾ അവർ പറഞ്ഞതാണ് ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്ന് പറയുന്നത് യൂട്യൂബിന്റെ കണ്ടന്റിൽ ഒരു പേരാണ് ഈ പർട്ടിക്കുലർ സമയത്ത്. ഓരോ സമയത്ത് ഓരോ ആൾക്കാർ വൈറലല്ലേ. അപ്പൊ എന്നെ വെച്ച് കണ്ടന്റ് ചെയ്താൽ മാത്രമേ റീച്ച് കിട്ടത്തുള്ളൂ, എങ്കിലേ അവർക്ക് ഡോളർ കയറത്തുള്ളൂ, എങ്കിലേ അവർക്ക് വീട്ടിൽ കഞ്ഞിക്കുള്ള വക ഉണ്ടാവുള്ളൂ. അപ്പം ആ വീട്ടിലെ എന്നെ വെച്ച് വീട്ടിലെ കഞ്ഞിക്കുള്ള വക മേടിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒരു വിധത്തിലുള്ള പ്രശ്നമില്ല. പക്ഷെ ഞാൻ കഞ്ഞിയല്ല, ഞങ്ങൾ ബിരിയാണി അങ്ങോട്ടേക്ക് പറഞ്ഞതാണല്ലോ. അതാ പറഞ്ഞേ. അത് ഞാൻ എന്തുകൊണ്ടാണ് നിന്റെ ചാനൽ ചൂസ് ചെയ്തത്, എനിക്കിപ്പോ ആരെ വിളിച്ചാലും ഇന്റർവ്യൂ കിട്ടും, പക്ഷെ ഒരു കണ്ടന്റ് മാന്യമായിട്ടേ വിൽക്കുള്ളൂ. ആ വിൽക്കുന്നതിന് ഒരു എത്തിക്സ് ഉണ്ടല്ലോ. ആ വിൽപ്പനയിലെ എത്തിക്സ്, മാധ്യമത്തിലെ വിൽപ്പനയിലെ എത്തിക്സ് അത് പലർക്കും ഇല്ല. നമ്മളത് നോക്കുമ്പോൾ ശരണ്യമോളുടെ ചാനലാണ് നമ്മളെ വിൽക്കൂല, ഉറപ്പാണ്. അങ്ങനെ ഒരു എന്താ പറയാ ഒരു ബോധം ഉള്ളതുകൊണ്ടാണ് ഈ ചാനലിലേക്ക് വരുന്നത്. അതന്നെ പറഞ്ഞു, ഞങ്ങൾ ഇത് കഴിഞ്ഞ് കഞ്ഞിയല്ല, ഞങ്ങൾ ബിരിയാണിയാണ് കഴിക്കുന്നത് അല്ലേ അമ്മേ? അപ്പൊ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി ആൾക്കാർ ചെയ്യുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് PR വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് കൃത്യമായിട്ട് അറിയാം PR വർക്ക്. കാരണം PR ഏജൻസികളിൽ ഉൾപ്പെടെ PR ഏജൻസി ഉള്ള ആൾക്കാരാണ് ശാന്തിവിള ദിനേശിനെ കൊണ്ട് എനിക്കെതിരെ വീഡിയോ ചെയ്യിപ്പിച്ചേക്കുന്നത്. PR ഏജൻസിയുടെ മുതലാളി ഇയാളും കൂടി ഇരുന്നിട്ടാണ്. അത് സിനിമയുടെ PR ചെയ്യുന്ന ആളാണ് ശാന്തിവിള ദിനേശിനെ വിളിച്ചിരുത്തി എനിക്കെതിരെ വീഡിയോ ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം, പേരറിയാം. അറിയാലോ. അവരെതിരെ ഞാൻ പണ്ട് പോസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട്, 2000 രൂപ വെച്ച് സിനിമയ്ക്ക് വേണ്ടി നെഗറ്റീവ് റിവ്യൂ എഴുതുന്നതിനെ പറ്റി. അപ്പൊ എങ്ങനെയെങ്കിലും എനിക്കൊരു പണി തരണം. എനിക്കിട്ടും പണി കിട്ടുമോ ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ? കാരണം എനിക്കറിയാന്നുള്ളതുകൊണ്ട്. അങ്ങനെയല്ല, അത് PR. പിന്നെ വേറെ PR-കാരുമായിട്ടും ഞാൻ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ദിലീപിന്റെ കേസിന്റെ സമയത്ത്. അപ്പം കൃത്യമായിട്ട് എനിക്കെതിരെ PR ഉണ്ട്. പിന്നെ BJP IT സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ RSS പൊളിറ്റിക്സും BJPക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഫാക്ടറുകൾ ഉണ്ട് ഇതിനകത്ത്. ഒരു വശത്തുനിന്ന് മാത്രമല്ല ഹേറ്റ് വരുന്നത്, ഒത്തിരി. ഒന്ന് മോണിറ്ററി ബെനിഫിറ്റ്, രണ്ടെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ BJPയുടെ IT സെല്ല്, മൂന്നാമത്തത് PR വർക്ക്, നാലാമത്തെ പുരുഷ സമൂഹത്തിനെതിരെ ഇവിടെ പറയുമ്പോൾ എന്തായാലും എല്ലാവർക്കും പൊള്ളും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തെ, ഇപ്പം പറഞ്ഞു SFIയിലായിരുന്നു എന്ന് പറഞ്ഞു പഠിക്കുമ്പോൾ, ഇപ്പോഴത്തെ രാഷ്ട്രീയം എങ്ങനെയാണ്? ഇപ്പം SFI തന്നെയാണോ അതോ കമ്മ്യൂണിസ്റ്റ് ആണോ? എങ്ങനെയാണ് ഒരു രാഷ്ട്രീയം, ഒരു വ്യക്തിക്ക് എല്ലാ വിധത്തിലുള്ള രാഷ്ട്രീയം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. എങ്ങനെയുണ്ട് ശ്രീലക്ഷ്മിയുടെ രാഷ്ട്രീയം? കാരണം അമ്മ ആദ്യമേ തന്നെ പറഞ്ഞു അമ്മ തികഞ്ഞ ഒരു പാർട്ടി പ്രവർത്തകയാണ്. അമ്മ ഇപ്പം അത് തന്നെയാണോ, പാർട്ടിയിൽ തന്നെയാണോ? ഇല്ല, പാർട്ടി പ്രവർത്തനത്തിനൊന്നുമില്ല. എന്നാലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ഉൾക്കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. എനിക്ക് അതിനോട് ഭയങ്കര താല്പര്യമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ എന്താ പറയേണ്ടത്, ഇപ്പോഴത്തെ നിലപാടുകൾ, ആ നിലപാടുകളോട് വിയോജിപ്പാണ്. അപ്പൊ അത് നേരിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പൊ പാർട്ടി മെമ്പർഷിപ്പിലൊന്നും ഇല്ല, പ്രവർത്തനത്തിലില്ല. ഇപ്പൊ ആകെ ഉള്ളത് ഞങ്ങളുടെ സംഘടന, അതായത് തൊഴിൽ സംഘടനയായ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ, അതിനകത്തെ പ്രവർത്തനത്തിലുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന CITUവിന്റെ ഭാഗമായിട്ട് അത്രയും മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യത്തിലും പോകുന്നില്ല. പക്ഷെ ആശയങ്ങൾ ഇപ്പം കമ്മ്യൂണിസത്തോട് തന്നെയാണ്. മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങളൊക്കെ ഭയങ്കരമായിട്ടും എനിക്ക് അത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഉണ്ട്. അതെന്ന് വെച്ചാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ വിജ്ഞാനം കൂടുമ്പോൾ വിശ്വാസം കുറയുന്ന മാർക്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ വരുന്നില്ല. വിജ്ഞാനം കൂടുമ്പോൾ വിശ്വാസം കുറയും. പക്ഷെ ഇപ്പൊ വിജ്ഞാനം ഇപ്പൊ ക്വാളിഫിക്കേഷൻ എത്ര കൂടുന്നുണ്ടോ അത്രയും അന്ധവിശ്വാസവും കൂടിക്കൊണ്ട് വരിക അവരുടെ ഇടയിൽ. അതൊരു മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ അതാണ് ഒരു വലിയ മാർക്കറ്റിംഗ് ആണ്. ദൈവവിശ്വാസം എന്നുള്ളത് ഭയങ്കര മാർക്കറ്റ് ചെയ്ത്. കാരണം സാധാരണക്കാരുണ്ട് വിശ്വസിക്കുന്നവർ, അവരുടെ വിശ്വാസം എന്ത് രസമാണെന്നറിയാവോ. പക്ഷെ അതിനെ മാർക്കറ്റ് ചെയ്തിട്ട് എന്തോ ഇപ്പം ശരിയാക്കി തരാം. റീസെൻ്റ് ആയിട്ടുള്ള കൊല്ലത്തെ പുള്ളി മുരാരി കുട്ടീനെ പീഡിപ്പിച്ചെന്ന്, ജ്യോതിഷി, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. എങ്ങനെയാണ് ശ്രീലക്ഷ്മിയുടെ രാഷ്ട്രീയം? എങ്ങനെയാണ്? എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെയും കൂടെ ഒരു ബുക്ക് വായിച്ചു. ഞാൻ ബുക്ക് വായിച്ചു, പെരിയാറിനെ പറ്റിയുള്ളൊരു ബുക്കാണ്. അതിനകത്ത് എഴുതിയാണ് ബ്രാഹ്മണിസം ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ കമ്മ്യൂണിസം ഇവിടെ ആ ബ്രാഹ്മണിസത്തെ അഡ്രസ്സ് ചെയ്യാതെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ബ്രാഹ്മണിസത്തിന്റെ ഒരു പിൻകാവൽക്കാരായി മാറുക മാത്രമേ ഉള്ളൂ. അതാണ് അതെ. ബ്രാഹ്മണിസം ഇവിടെ നിലനിൽക്കുമ്പോൾ ബ്രാഹ്മണിസത്തെ ക്വസ്റ്റ്യൻ ചെയ്യാതെ കമ്മ്യൂണിസം ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ അത് ബ്രാഹ്മണിസത്തിന്റെ ഒരു പിൻഗാമിയെ മാറുക മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് താല്പര്യമില്ല. എന്ന് കരുതി കോൺഗ്രസ് വന്നിട്ടുണ്ടെങ്കിൽ വലിയ മെച്ചം ഉണ്ടാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സണ്ണി എം കബിക്കാടിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി പറഞ്ഞു, അത് ഉറപ്പിച്ചിട്ടില്ല ഇതുവരെ. CK ജാനു അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പൊ എന്താ വരുന്ന ന്യൂസ്? CK ജാനുവിനെ അവർ മത്സരിപ്പിക്കത്തില്ലെന്നല്ലേ? കാരണം അവിടെ വേറെ ആൾക്കാരുണ്ട് അവർക്ക് മത്സരിക്കാൻ വേണ്ടി. എന്തുകൊണ്ടൊരു ഇത്രയും വർക്ക് ചെയ്ത, ഇത്രയും അടിത്തട്ടിൽ ഇറങ്ങി വർക്ക് ചെയ്ത ഒരു ദളിത്
പ്രവർത്തക ദളിത് പ്രവർത്തക എന്ന് പോലും പറയാൻ പറ്റില്ല. അവരൊരു സത്വ രാഷ്ട്രീയം അല്ലേ. അവരവരുടെ ഭൂമിക്ക് വേണ്ടി മണ്ണിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി പോരാടി ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല. പിന്നെ UDF ഒക്കെ എന്തിനാ അല്ലേ? നാണമില്ലേ? UDF ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ UDF തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയപ്പോൾ ഇവര് വിചാരം ഇനിയിപ്പോൾ അങ്ങ് കിട്ടിക്കോളും, ഇനി നമ്മൾ വലിയ വർക്കൊന്നും ചെയ്യണ്ട. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് KSUവിൽ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വർക്ക് ചെയ്യും, നിങ്ങൾ ചുമ്മാ ഇങ്ങനെ നടക്കാതെ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ കിട്ടും. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UDF വലിയ മെച്ചപ്പെട്ടൊന്നും അല്ല. ഇപ്പൊ കണ്ടില്ലേ ഷാഫി പറമ്പിലും എല്ലാം കൂടെ അടിയും പിടിയും ഒക്കെ തന്നെയാ. പക്ഷേ ഈ 10 കൊല്ലത്തെ ഭരണം ഇനി ഒരു 15ാമത്തെ കൊല്ലം കൂടെ നീണ്ടുപോയാൽ ചിലപ്പോൾ ഫാസിസം ഇവിടെ ഭയങ്കരമായിട്ട് വളരും. അതാണ് ഒരു പ്രശ്നം. ഇതിന് ബദലെന്ന് പറയുന്നത് അംബേദ്കറൈറ്റ് രാഷ്ട്രീയമാണ്. അതാണ് നമ്മൾ പറയുന്നത്. അംബേദ്കറൈറ്റ് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കതിവിടെ ഒരു സംഘടിച്ച ഒരു ശക്തിയാവുകയോ ഒന്നുമില്ല. കാരണം എന്താ, ഇവിടെ ഭിന്നിപ്പിച്ച് ഭരിക്കില്ലേ ദളിത് സംഘടനകൾ 100 അതിനിടയിലുള്ള ആൾക്കാർ തമ്മിൽ അടി. അപ്പോൾ ഒരാളെ പോസ്റ്റ് എഴുതിയാൽ മറ്റേ ആളെ വിളിച്ച് ചോദിക്കും, നീ എന്തിനാ അവർക്കെതിരെ പോസ്റ്റ് എഴുതിയേ, അല്ല അവർക്ക് വേണ്ടി പോസ്റ്റ് എഴുതിയേ. നമ്മളൊന്നും അങ്ങനെ വിചാരിച്ചിട്ടൊന്നും ആയിരിക്കില്ല. അപ്പോൾ ചില ആൾക്കാർ ഇന്ന ജാതിയാണ്, അങ്ങനെ ഈ ദളിത് രാഷ്ട്രീയത്തിനകത്ത് തന്നെയും സബ് ജാതികളിൽ പ്രശ്നങ്ങൾ. അപ്പം ദളിതരെല്ലാം കൂടെ വേടനും പറയുന്ന ഇതേ സാധനമാണ്. അതായത് SNDP എന്ന് പറയുന്ന സംഭവം, അത് ഈഴവരെന്ന് പറഞ്ഞാൽ ഒരുപാട് വിഭാഗത്തിലുള്ള ആൾക്കാരാണ് SNDPക്കാരായിട്ടുള്ളത്. നായർ NSS എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. നായർ, മേനോൻ, പിള്ള, അങ്ങനെ ഒരുപാട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഒരു സാമുദായിക ശക്തിയായി വളർന്നത്. അതുപോലെ ദളിതരും സാമുദായിക ശക്തിയായി വളർന്ന് അംബേദ്കറിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് അംബേദ്കറൈറ്റ് പൊളിറ്റിക്സ് ഇന്ത്യയിൽ മൊത്തം ഉണ്ടായി വരണം. എങ്കിൽ മാത്രമേ നമ്മുടെയൊക്കെ ഇവിടെയുള്ള ബ്രാഹ്മണിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ചലിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ചന്ദ്രശേഖർ ആസാദൊക്കെ ചെയ്യുന്ന പോലെ അത്രയും പവർഫുൾ ആയിട്ട് നമുക്ക് ഇവിടുത്തെ മൈനോറിറ്റികൾക്കും എല്ലാം ഒരു പ്രൊട്ടക്ഷൻ ഉള്ളത് ഇനി അംബേദ്കറൈറ്റ് പൊളിറ്റിക്സിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അംബേദ്കറിനെ ഉയർത്തിപ്പിടിക്കുക, അംബേദ്കറിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുക, ബ്രാഹ്മണിസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുക, അല്ലാതെ വേറെ ഒന്നും ഇവിടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, ഞാൻ ഈ റീസെൻ്റ് ആയിട്ടുള്ള കുറേ പോസ്റ്റുകളിൽ ഇത് കണ്ടിരുന്നു. അതുകൊണ്ടാണ് രാഷ്ട്രീയം ചോദിച്ചത്. കാരണം ഇടയ്ക്ക് രാഷ്ട്രീയപരമായിട്ടും സംസാരിക്കാറുണ്ടല്ലോ. കാരണം എല്ലാവരും വിചാരിക്കുന്നത് ശ്രീലക്ഷ്മി അറക്കലിന് സെക്സ് പരമായിട്ട് മാത്രമേ സംസാരിക്കാൻ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുക പുരുഷൻ്റെ മേലെ കുതിര കയറാനേ അറിയത്തുള്ളൂ. അതാണല്ലോ ഡയലോഗ്. ഈ അടുത്ത് മറ്റേ കരഞ്ഞപ്പോഴും പറഞ്ഞ അന്ന് അവരുടെ കണ്ണീര് കാണാത്തതുകൊണ്ടാണ് രാഷ്ട്രീയപരമായിട്ട് നിലപാടുണ്ടെന്നുള്ളത് പറഞ്ഞത് വളരെയധികം സന്തോഷം. അമ്മേ, ഇപ്പം അമ്മ തന്നെ എനിക്ക് ശ്രീലക്ഷ്മീനെ മനസ്സിലാകും. കാരണം വെച്ചാൽ സംസാരിക്കാൻ കുറച്ചുകൂടെ, അതായത് അമ്മയ്ക്ക് ഒരു ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഒരു പ്രസംഗങ്ങൾ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു എങ്ങനെയാണ് ഒരു വ്യക്തി ഒരു സ്റ്റേജിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നറിയാം, അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനെ പിടിച്ചെടുക്കേണ്ടതെന്നറിയാം. ശ്രീലക്ഷ്മിക്ക് ഒരു ഓഡിയൻസിനെ അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ശ്രീലക്ഷ്മി ലൈക്ക് എ ടീച്ചിങ് ആണ്. അവളെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ അറിവുകൾ ഇങ്ങനെ ആളുകളിലേക്ക് വെതറുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അതാണ് നിൻ്റെ സബ്ജക്റ്റിലും നീ എഴുതുന്നതിലും നിൻ്റെ പറച്ചിലും സംഭവിച്ചു പോയേക്കുന്നത്. ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. എനിക്ക് ഇത് തന്നെയായിരുന്നു, പണ്ട് പഠിച്ചൊരു കാര്യം ഭയങ്കര ഷോർട്ട് കട്ട് എനിക്കത് പറഞ്ഞു കൊടുത്തില്ല, ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ അമ്മ, എൻ്റെ ചേച്ചിയുടെ മോനെ എൻ്റെ അടുത്ത് 10ാം ക്ലാസ് +2 വരെ അവൻ എൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പം ഞാൻ അവന് കണക്ക് പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ ചോദിക്കണം, മണ്ടാ നിനക്ക് മനസ്സിലായില്ലടാന്നൊക്കെ ചോദിക്കും, എന്ത് ദേഷ്യപ്പെടും. അപ്പം അമ്മ പറയും, നിൻ്റെ ലെവലല്ല അവൻ്റെ ലെവൽ, നീ ആ ലെവലിൽ സംസാരിച്ച് അവന് പഠിപ്പിക്കാൻ പറയും. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ശരിയാണ്, ആളുകൾക്ക് എങ്ങനെ വേണം, എങ്ങനെ പറയണം. ശ്രീലക്ഷ്മി പറയുന്ന പോലെ സാധാരണക്കാരെ ഉദ്ദേശിക്കാൻ ഈ ഭാഷ പറയുമ്പോൾ ഈ ഭാഷ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, പറയുമ്പോൾ ഉള്ള ഭാഷ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, എഴുതുമ്പോൾ ഉള്ള ഭാഷ അതിലും നന്നായിട്ട് ക്യാച്ച് ചെയ്യും. അങ്ങനെയാണ്. അപ്പം പിന്നെ സിവിൽ സർവീസിനെ കുറിച്ച് ഇപ്പം 30 വയസ്സല്ലേ ആയുള്ളൂ, എനിക്ക് ഒന്ന് 36 വയസ്സ് വരെയൊക്കെ എഴുതാൻ പറ്റും അല്ലേ? ക്രിമിനൽ കേസുണ്ട്. ക്രിമിനൽ കേസോ? മറ്റേ വിജയ് പി നായരുടെ മറ്റേ പുള്ളീനെ പോയി ഇത് ചെയ്തത്. അപ്പം അമ്മ ആദ്യം ഒരു 10ാം ക്ലാസ് വരെ കുഞ്ഞിനെ മാറി നിന്നു. പിന്നീട് PG വന്നു. അവൾക്ക് ഇന്നത് വേണം, കരിയറിൽ അപ്പം അമ്മ പറഞ്ഞു പാട്ടുകാരി ആവാനായിരുന്നു, അവൾക്ക് ടീച്ചിങ് ആണ് താല്പര്യം എന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും അമ്മയുടെ ഒരു ആഗ്രഹം, എടി എനിക്ക് ടീച്ചർ ആവണം, അല്ലെങ്കിൽ നീ ടീച്ചറായി കാണാൻ, എന്താണ് അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവളുടെ താല്പര്യം എന്താണോ, അവളിപ്പോൾ ടീച്ചറാകണം തീരുമാനിച്ച അവളുടെ താല്പര്യം. ആ ടീച്ചിങ്ങിനോടൊപ്പം തന്നെ അവളെ വെറും അക്കാഡമിക് ടീച്ചിങ് മാത്രമല്ലല്ലോ ചെയ്യുന്നത്, ഏതൊക്കെയോ മേഖലകളിലുള്ള വിദ്യാഭ്യാസം സമൂഹത്തിന് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ കണ്ടതിനേക്കാളും ഒരുപാട് വിശാലമായ രീതിയിലേക്കാണ് സമൂഹത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും അഭിമാനം തന്നെയാണ്. ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ ഏറ്റവും പ്രൗഡായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കതിനകത്ത് മറ്റുള്ള പലരും പറയുന്നുണ്ടല്ലോ, ഇപ്പം കൂടുതലും പറയുന്നത് എൻ്റെ കുടുംബക്കാരൊക്കെ തന്നെയാണ്. മറ്റുള്ളവരൊക്കെ ഇരുന്ന് ഹൈഡായിട്ട് ഇരുന്ന് പറയുന്നു. ഇപ്പം ആരെന്ത് പറഞ്ഞാലും നമുക്കത് നമ്മളത് കാര്യത്തിലെടുക്കുന്നില്ല.
നല്ലതെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ സാമൂഹിക മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ഈ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പം തന്നെ നമ്മൾ ഇപ്പം കാണാൻ തുടങ്ങിയില്ല ഋതുമതി കല്യാണം. കണ്ടില്ലേ? ഇപ്പം പലയിടത്തും, ഇപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഋതുമതി കല്യാണം നടന്നു. അപ്പോൾ എന്നെ ക്ഷണിച്ചിട്ടൊന്നുമില്ല. തൊട്ടടുത്ത് എൻ്റെ ഏറ്റവും ആദ്യത്തെ വീട് അവരുടെ വീടാണ്. അപ്പോൾ നമ്മൾ എത്രയോ ഫൈറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഒഴിവാക്കിയത്. എന്തെല്ലാം സ്ത്രീകളുടെ സഹനമാണ് ഇതെല്ലാം ഇല്ലാതെ ചെയ്ത്. ഇപ്പോഴും നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ വലിയ ഒരു മഴക്കാലത്ത് പിന്നെ കൊച്ചി മാറ്റി കിടത്തിയപ്പോൾ തെങ്ങ് വീണ് മരണപ്പെട്ടതൊക്കെ തമിഴ്നാട്ടിൽ. അല്ല, ഇപ്പോഴും നമ്മൾ നേരം വെളുക്കാത്ത ഒരു സാഹചര്യത്തിലല്ല ജീവിച്ചു പോകുന്നത്. അപ്പോഴാണ് ഇതെല്ലാം വീണ്ടും വീണ്ടും വരുന്നത്. പിന്നെ അമ്മ ഒന്നും ഉള്ളൂ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടാ വൈറലാകാം, പേര് കിട്ടും. അതെ അതെ. എന്നാലും അത് മാത്രമല്ല, കൃത്യമായിട്ട് ഇതിന്റെ പുറകെ സംഘപരിവാർ അജണ്ടയുണ്ട്. തീർച്ചയായിട്ടും ഭജനകള്, അതൊന്നും ചുമ്മാ ഇങ്ങനെ നിസ്സാരവൽക്കരിച്ച് കളയരുത്. ഇതിന്റെ പുറകെല്ലാം കൃത്യമായി സംഘപരിവാർ അജണ്ടയുണ്ട് സമൂഹത്തില്. ഇതൊരു ലൂപ്പ് പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെ ഇനി വീണ്ടും സംഘപരിവാറിന്റെ പഴയ ആചാരങ്ങളും എല്ലാം വരും. ഇവിടെ കുറച്ച് റെവല്യൂഷൻ ഉണ്ടാവും, വീണ്ടും ഇങ്ങനെ കറങ്ങി വരും. അതിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ പാർട്ടി മെമ്പറാണ് ആ കുട്ടിയുടെ അമ്മ. പാർട്ടി മെമ്പറുടെ വീട്ടിലാണ് ഈ ആഘോഷ പരിപാടികളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, എന്നാൽ ഇത് അറിഞ്ഞ സ്ഥിതിക്കെങ്കിലും അതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവണ്ടേ പ്രദേശത്ത്. അങ്ങനെയൊന്നുമില്ല. ഇത് വീണ്ടും 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 ഫേസ്ബുക്കിൽ കൂടെ ഇങ്ങനെ കൊടുക്കുന്നു, വാട്സപ്പ് സന്ദേശങ്ങളായിട്ട് മാറുന്നു. ഇനി പോയതെല്ലാം തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമാണെന്ന് പറയാൻ പറ്റത്തില്ലോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എൻ്റെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പോയ സതിയെല്ലാം തിരിച്ചു വരും. ഭർത്താവ് മരിച്ചു കഴിയുമ്പോഴത്തേനും വേറെ ഒരാളെ കല്യാണം കഴിക്കാമെന്നൊക്കെ തീരുമാനിച്ചാലായിരിക്കും ഇനി പ്രശ്നം ഉണ്ടാകുന്നത്. കയ്യും കാലും കെട്ടിയിട്ട് തീക്കാത്തിടുമ്പോഴേ വിവരം തിരിയുള്ളൂ എന്ന് എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. അപ്പം ഇത് എന്തായാലും ഇതിൻ്റെയൊക്കെ പുറകിൽ നല്ലൊരു രാഷ്ട്രീയ അജണ്ട തന്നെയാണുള്ളത്, അതിനകത്തൊരു സംശയമില്ല. പിന്നെ ഒരു മാർക്കറ്റിങ്ങും. കുറെ ആൾക്കാർ ഈ അജണ്ട മനഃപൂർവ്വം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ഇത് അറിയാതെ വീണ് പോകുന്നുണ്ട്. പിന്നെ ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ, എല്ലായിടത്തും മോണിറ്റൈസേഷൻ ഓൺ ആകുമ്പോൾ അവന് കഞ്ഞി ഒടിക്കെ ജീവിച്ചു പോകാൻ വേണ്ടിയുള്ള പരിപാടികളാണ്. അങ്ങനെ കുറെ എലമെന്റ് ഉണ്ട് ഇതിനകത്ത്. എന്താണല്ലോ അമ്മയെ കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്നതിന്, പിന്നെ ആദ്യമായിട്ട് വന്ദേ ഭാരതിൽ ഇന്നലെ കയറിയെന്ന് അറിഞ്ഞു, സന്തോഷം. അതിവള് പറഞ്ഞ ഞാൻ നോട്ട് ചെയ്ത് വെച്ചാ. പിന്നെ അമ്മയെ കാണാൻ എൻ്റെ അമ്മയെ പോലെ ഉണ്ട്. ഞാനൊരു ഫോട്ടോ അയച്ചു തന്നപ്പം എനിക്കങ്ങനെ തോന്നി. ഇന്ന് വിഷമാവുന്നുണ്ട്. ഇന്ന് എൻ്റെ ചാനല് തുടങ്ങിയിട്ട് 1 വർഷമായി. എൻ്റെ അമ്മയുടെ പിറന്നാളാണ്. സന്തോഷം. അങ്ങനെ എല്ലാത്തിലും എനിക്ക് ഇന്നൊരു സന്തോഷം തരാൻ വന്നതിന്, ഇത്രയും ദൂരം എന്നെ തേടി എൻ്റെ ചാനലിലേക്ക് വന്നതിന്. ശരണ്യമോള് എന്നെ വേറെ ചാനലുകളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്, ത്തിന്റെ കൂടെ ഇരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാന് അതെന്തായാലും ഈ ശരണ്യമോൾ ആരൊന്നും അറിയില്ല കേട്ടോ. അന്ന് ഞാനും ഇല്ല, ഞാനും ഒരു ജസ്റ്റ് ഒരു പേര് മാത്രമല്ലേ. അപ്പം ഞാൻ ശരണ്യമോളോട്, എനിക്ക് അയാളോടൊന്നും ഇരിക്കണ്ട, അയാൾ എനിക്ക് ഒരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യനാണ് എന്നെ സംബന്ധിച്ച്, അങ്ങനെ ഞാൻ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഞാൻ ശരണ്യമോളെ തേടി പിടിച്ച് ശരണ്യനെ വിളിച്ചാൽ മാത്രമേ ഇത് എൻ്റെ അമ്മയുടെ കഥ ഡോക്യുമെന്റ് ചെയ്യപ്പെടണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ വിളിച്ച് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് വരണമെങ്കിൽ അത് ശരണ്യ കെട്ടിപ്പടുത്തിയ ആ ഒരു പേരിൽ നിന്ന് കെട്ടിപ്പടുത്തിയ ഒരു ഇതുണ്ടല്ലോ, അത് അംബേദ്കർ അവിടെ ഇന്ന് സന്തോഷിക്കുന്നുണ്ടോ. എന്താണെങ്കിലും താങ്ക് യു. ഓക്കെ, അമ്മയ്ക്കും ഹാപ്പി ബർത്ത്ഡേ.